നമസ്കാരം. ഇന്ന് നമ്മുടെ സിലോപ്പിയ മീൻ മേടിച്ചത് നമുക്കൊന്ന് വറുത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പോൾ സിലോപ്പിയയുടെ തന്നെ മീനും നമ്മളിവിടെ മേടിച്ച് അത് കൂട്ടാൻ വെക്കാം. ഇത് വറക്കാൻ നിങ്ങളെ ഞാൻ കാണിക്കാൻ ബാക്കി അപ്പം നമുക്കിതൊന്ന് നല്ലവണ്ണം വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ആ മസാല വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തരും. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യും. അപ്പം ഞാനിത് മസാലയൊന്ന് പുരട്ടിയിട്ട് നിങ്ങളെ കാണിക്കും. നമ്മളിതിൻ്റെ മസാലയെല്ലാം പുരട്ടി ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യും. നമുക്കിതിനകത്തോട്ടൊരു ശകലം തനിപ്പാലൊഴിക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഒരിച്ചിരി ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ബാക്കി ഇലക്കകത്തോട്ട് ഒഴിക്കും. ഇപ്പം തനിപ്പാലൊരു ശകലം ഒഴിച്ചു. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് പിന്നെ ഇലക്കകത്തൊഴിക്കും. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊഴിച്ചു. ഇനി അത് നമുക്ക് ഒരു വാഴയില ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി തനിപ്പാലും ഇരിക്കും. അപ്പോൾ ഈ വാഴയിലക്കകത്തോട്ട് നമുക്ക് വെച്ചൊന്ന് പൊതിഞ്ഞൊന്ന് കെട്ടാം ഈ മസാലയെല്ലാം. അപ്പം എന്നിട്ട് നമുക്ക് കുറച്ച് മസാലയുണ്ട്. ഈ മസാലയെല്ലാം കൂടെ തൂത്തുവാരി ഒന്ന് എടുത്തിട്ട് നമുക്കതൊന്ന് കെട്ടാം. ഞാനൊരു തവയെടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഇനിയും നമ്മൾ മസാലയെന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു തക്കാളിക്ക, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ആക്കിയ പേസ്റ്റാണ് നമ്മൾ ഈ ചേർത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുത്ത് ഇനി അടുപ്പിൽ വെച്ച് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം. ചീനിച്ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചില്ലി പൊട്ടാസിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. പക്ഷെ ഓയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് പിന്നെ ഇപ്പം നമുക്ക് ഇതൊന്ന് ചീനിച്ചട്ടിക്കകത്ത് വറുത്തെടുക്കും. നമ്മുടെ മീൻ ഒരു വശം ഞാൻ തിരിച്ചിട്ടു. ഇനി മറ്റേ വശം ഒന്നുകൂടെ മൂക്കണം. ഇതിന് സമയം എടുക്കും, നന്നായിട്ട് മൂക്കണ്ട. ഒരു വശം ഞാൻ മൂപ്പിച്ചിനി അടുത്ത വശം കൂടെ മൂക്കട്ടെ. അപ്പം ഞാൻ ഇത്രയും നേരം പെരക്കകത്ത് വെച്ചാൽ ഗ്യാസേ വെച്ചായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വെളിയിലെ അടുപ്പേല ചോറ് വെക്കുന്നതായിരുന്നു. അപ്പോൾ ആ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അടുപ്പേ വെളിയിൽ കൊണ്ടുവെക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് ഇതാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെളിയിലാക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനെല്ലാം റെഡിയായി. ഇനിയും നമ്മളിത് വാങ്ങി വെച്ചിട്ട് ആറുമ്പോൾ എടുത്ത് കൂട്ടും. നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.